CPIയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വീണ്ടും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജ് രംഗത്ത് വരികയാണ്. തൻ്റെ തോൽവിക്ക് പരിപൂർണമായ കാരണം CPIയുടെ അലംഭാവം തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ്. നിലമ്പൂരിൽ CPI വിചാരിച്ചിരുന്നെങ്കിൽ ഒരു 10,000 വോട്ട് കൂടി അധികം സമാഹരിക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ അതൊന്നും ചെയ്യാതെ അവർ നിഷ്പ്രഭമായി. എല്ലാ രീതിയിലും CPIM പ്രവർത്തകർ മാത്രമാണ് വീട് വീടാന്തരം കയറിയിറങ്ങാൻ ശ്രമിച്ചത്. CPI നേതാക്കൾ വെറും പ്രഹസനമായിരുന്നു. താൻ പണ്ട് CPIയെ കുറിച്ച് കടന്നാക്രമിച്ചതിനുള്ള പകവീട്ടലാണോ ഇത് എന്നുള്ളത് അറിയില്ല. തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമ്പോഴും CPIയുടെ അലംഭാവം വ്യക്തമായിരുന്നു എന്നുള്ള നീക്കത്തിലാണ് M സ്വരാജ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇടതുപക്ഷത്തെ ഘടകകക്ഷിയായി CPIക്ക് തുടരാൻ യാതൊരു അർഹതയുമില്ല എന്ന തരത്തിലാണ് സ്വരാജിൻ്റെ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും. ഇത് ദൂരവ്യാപകമായ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കെ CPIയുടെ പല ജില്ലാ ഘടകങ്ങളും പറയുന്നത് വെവ്വേറെ മത്സരിക്കണം, CPIMുമായി സഖ്യം ചേരുന്നത് കൊണ്ട് കാര്യമായ ലാഭമൊന്നും തന്നെ ഇല്ല എന്ന രീതിയിലാണ് CPI നേതാക്കൾ പലരും പറയുന്നത്. കണ്ണൂർ ജില്ലയിലായിരുന്നാലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലായിരുന്നാലും തൃശ്ശൂരിലായിരുന്നാലും നിരവധി മേഖലകളിൽ CPIയിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ഇത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും M സ്വരാജിനെ പോലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉള്ള ഒരാൾ ഇത്ര പരുഷമായി വിമർശിക്കുമ്പോൾ CPIക്ക് അത് കണ്ണുമടച്ച് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയിൽ കൂടി കളയുന്ന രീതിയിലേക്ക് CPI പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ഇത്രയും നാളും നടന്നു. എന്നാൽ ഈ കാര്യത്തിന് മറുപടി പറയാതിരുന്നാൽ അത് ശരിയാകില്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം കരുതുന്നത്. CPI പ്രവർത്തിച്ചില്ല എന്ന് പറയുന്ന എന്തടിസ്ഥാനത്തിൽ എന്ന വലിയ ചോദ്യം ചോദിക്കുകയാണ്. CPIM നേതാക്കൾ CPIക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? പലയിടത്തും നിഷ്ക്രിയമായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ മാവേലിക്കരയിലും CPI മത്സരിച്ച തൃശ്ശൂർ, വയനാട് എന്നീ സീറ്റുകളിലും CPIM നേതാക്കൾ കാലുവാരുകയല്ലേ ചെയ്തത് എന്നുള്ളത് കണക്ക് സഹിതം വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ CPIയുടെ നേതാക്കൾ. നേരത്തെ നമുക്കറിയാം KE ഇസ്മായിൽ അടക്കമുള്ളവർ പറഞ്ഞത് മുന്നണി വിടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്. ഇത്രയധികം സഹിച്ചും ഈ രീതിയിൽ അപഹസിക്കപ്പെട്ടും എന്തിനാണ് CPI കടിച്ചു പിടിച്ച് CPIMുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്? CPIക്ക് നാണമില്ലേ എന്നുള്ള രീതിയിലായിരുന്നു KE ഇസ്മായിൽ പറഞ്ഞത്. നമുക്കറിയാം പട്ടാമ്പിയുടെ മുൻ MLA ആയിരുന്നൊരു വ്യക്തിയാണ് KE ഇസ്മായിൽ. 1996, 2001 കാലഘട്ടത്തിൽ റവന്യൂ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. EK നായനാർ മന്ത്രിസഭയിൽ. KE ഇസ്മായിലിന് അത് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഏതായാലും M സ്വരാജിൻ്റെ പരാജയം തുറന്ന് സമ്മതിക്കുന്ന രീതിയിൽ തന്നെ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ അദ്ദേഹം പരാജയം തുറന്ന് സമ്മതിച്ചുകൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കടക്കുകയാണ്. തനിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണമൊന്നും നടത്താൻ CPI നേതാക്കൾ തയ്യാറായില്ല. അപ്പോൾ CPIയുടെ മറുപടി എന്നത് സ്വരാജിന് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു നിലമ്പൂരിൽ തങ്ങാൻ. അദ്ദേഹം ഇപ്പോൾ തങ്ങുന്നത് കൃത്യമായും കൊച്ചിയിലാണല്ലോ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിലേക്ക് വന്ന് മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്തൊരു വ്യക്തിയാണ്. അത് കൃത്യമായും പല നാളുകളിലും കണ്ടതുമാണ് എന്നുള്ളതും ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു.